നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. കൊറോണ വ്യാപനത്തെ തുടർന്ന് പ്രവാസി ലോകത്ത് കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാനായി അനുവദിച്ച വന്ദേ ഭാരത് മിഷൻ വഴിയും വിവിധ സംഘടനകളുടെ ചാർട്ടേഡ് വിമാനങ്ങൾ വഴിയും നാട്ടിലെത്താനിരിക്കുന്നവരുടെ ദുരിതം മുതലെടുത്ത് സ്വർണ്ണക്കടത്തുകാർ. ഈ അടുത്ത കാലത്തായി വന്ദേ ഭാരത് വഴി നാട്ടിലെത്തുന്ന പലരിൽ നിന്നും സ്വർണം പിടികൂടിയിരുന്നു. തികച്ചും സാധാരണക്കാരായ പ്രവാസികളായ പലരും ചതിയിൽപ്പെട്ടതാണെന്ന സംശയം ഉന്നയിക്കുന്ന വാർത്തകളാണ് പുറത്തേക്ക് വരുന്നത്. ഇതിലൂടെ ഒരു പ്രവാസിയുടെ അനുഭവം ഇങ്ങനെയാണ്. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ അക്കൗണ്ടന്റാണ് താമരശ്ശേരി സ്വദേശിയായ 34-കാരൻ. ലോക്ക്ഡൌൺ കാരണം 2 മാസമായി ശമ്പളം പോലും കിട്ടിയിട്ട് കയ്യിലെ പണമെല്ലാം തീരാറായി. ഭക്ഷണവും എത്ര നാളുണ്ടാവും എന്നറിയില്ല. എങ്ങനെയെങ്കിലും നാട്ടിൽ പറ്റൂ എന്ന ചിന്തയിൽ സുഹൃത്ത് തന്ന നമ്പറിൽ വിളിച്ചു. നിങ്ങൾ ചാർട്ടർ ചെയ്യുന്ന വിമാനത്തിൽ എനിക്ക് ഒരു സീറ്റ് ഉണ്ടാകുമോ? നോക്കാം. പിന്നാലെ വന്ന ചോദ്യം, നിങ്ങൾ പണത്തിന് ബുദ്ധിമുട്ടുന്നയാളാണോ? അതേ എന്ന് കേട്ടപ്പോൾ കാരുണ്യസ്വരം, എങ്കിൽ ടിക്കറ്റ് ഫ്രീ ആക്കി തരാം, പക്ഷേ ഒരു സാധനം നാട്ടിലേക്ക് കൊണ്ടുപോകേണ്ടി വരും. സാധനം സ്വർണമാണെന്നറിഞ്ഞ യുവാവ് ഫോൺ വെച്ചു. ക്ഷമിക്കണം, തൽക്കാലം ഞാൻ പോണില്ല. കോവിഡ് ഭീതിയിൽ നാടണയാൻ കൊതിക്കുന്നവർക്ക് മുന്നിൽ കള്ളക്കടത്ത് മാഫിയ പ്രലോഭനങ്ങളുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. ദുബായിൽ നിന്ന് മടങ്ങുന്ന ഒരാൾക്ക് സ്വകാര്യ വിമാനങ്ങളിൽ ടിക്കറ്റ് എടുക്കാൻ 18,500 മുതൽ 26,500 രൂപ വരെയാകും. 1 കിലോ സ്വർണം കടത്തിയാൽ ഇപ്പോൾ 4.5 ലക്ഷം രൂപ ലാഭവും കിട്ടും. കൊണ്ടുപോകുന്നയാൾക്ക് ടിക്കറ്റ് കൊടുത്താലും കള്ളക്കടത്തുകാർക്ക് ലാഭം തന്നെ. 400 ഗ്രാം മുതൽ 1 കിലോ വരെ സ്വർണം ഒരാൾ കൊണ്ടുപോകും. കോവിഡ് സ്പെഷ്യൽ ചാർട്ടേഡ് വിമാനത്തിൽ റാസൽ കൈമിൽ നിന്നെത്തിയ ഒരാൾ രഹസ്യപാകത്തൊളിപ്പിച്ച് 736 ഗ്രാം സ്വർണമാണ് കൊണ്ടുവന്നത്. മുടിക്കകത്തും മറ്റും ശരീരഭാഗങ്ങളിലുമൊക്കെയായി പിന്നെയും ഒളിപ്പിക്കാം. പരിശീലനം മാഫിയ നൽകും. ഇക്കാലയളവിൽ കോഴിക്കോട് വിമാനത്താവളത്തിൽ മാത്രം പിടികൂടിയത് 3 കിലോയിലേറെ സ്വർണമാണ്. PPE കിറ്റ് ധരിച്ചു വരുന്ന യാത്രക്കാരിൽ സംശയം തോന്നുന്നവരെ മാത്രമേ വസ്ത്രമഴിച്ചുള്ള പരിശോധനയ്ക്ക് വിധേയരാക്കുന്നുള്ളൂ. കോവിഡ് ലക്ഷണമുള്ളവരും പോസിറ്റീവായവരും ഉണ്ടാകുമ്പോൾ വസ്ത്രങ്ങൾ അഴിച്ചുള്ള പരിശോധന നടക്കില്ല. 4000-ഓളം യാത്രക്കാർ ദിനംപ്രതി വരുമ്പോൾ എല്ലാവരെയും പരിശോധിക്കാനും കഴിയില്ല. സ്വർണം രാസസംയുക്തത്തിൽ ചേർത്ത് ശരീരഭാഗത്തിൽ ഒളിപ്പിച്ചു വെക്കുമ്പോൾ മെറ്റൽ ഡിറ്റക്ടറുകൾ കണ്ടെത്താനുമാവില്ല. ഇതാണ് ഇപ്പോൾ കള്ളക്കടത്ത് മാഫിയകൾ മുതലെടുത്തിരിക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.